അച്ഛൻ വന്നല്ലോ. നോക്കടാ, നീ നോക്കി നോക്ക്. എന്താ ഇത്? ചോക്ലേറ്റ്, കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റ്. നീ എന്താടി ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല, പതിവില്ലാത്ത കാര്യമായതുകൊണ്ട് നോക്കിയത്. അച്ഛൻ നിങ്ങൾക്ക് ചോക്ലേറ്റ് കൊണ്ടുവന്ന് കണ്ടോ? ദാ നോക്കി. എന്നാ വേണ്ടേ? അമ്മേ, വിനയേട്ട മക്കൾക്ക് ചോക്ലേറ്റ് കൊണ്ടുവന്ന് കണ്ടോ? നന്നായി. കാര്യമില്ല, നിനക്കിപ്പോ ഇവരോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ വിനയ? ഓ, എനിക്ക് സ്നേഹമില്ലാതെ ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെല്ലാവരും കൂടി അങ്ങനെ ചിന്തിച്ചു വെക്കുന്നത് ഞാൻ ചെയ്യാനാ? ഓ, ഇപ്പൊ അങ്ങനെയായോ? എങ്ങനായാലും സാരില്ല, മക്കളോട് സ്നേഹം ഉണ്ടായിരുന്നാ മതി. ആണാ? ഒരച്ഛനും സ്വന്തം മക്കളെ സ്നേഹിക്കാതിരിക്കാനൊന്നും കഴിയില്ല. പിന്നെ ജീവിതത്തിലും ജോലിയിലും ഒക്കെ പ്രശ്നങ്ങളുള്ളപ്പോ സ്നേഹത്തിന്റെ പ്രകടനത്തിൽ വ്യത്യാസം വന്നേക്കാം. സാഹചര്യങ്ങൾ മാറി മാറി മെച്ചപ്പെടുമ്പോ സ്നേഹത്തിന്റെ പ്രകടനത്തിലും മാറ്റം വരും. അല്ലേ വിനയ? ആ, എനിക്കതൊന്നും അറിയാൻ പാടില്ല. ഞാൻ എപ്പോഴും ഒരുപോലെ തന്നെ അല്ലടേ. ആ, പിന്നെ ഞാനൊരു കട കണ്ടുവച്ചിട്ടുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു. നാളെ നമുക്ക് എല്ലാവർക്കും കൂടി പോയി അതൊന്ന് കാണണം. എല്ലാവർക്കും ഇഷ്ടമായ നാളെ തന്നെ ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് അതങ്ങ് ഉറപ്പിക്കണം. അത് കൊള്ളാം, നല്ല കാര്യമാണല്ലോ. അതെ, ഇപ്പൊ നിനക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായത് തന്നെ നല്ലതാ. അതെ 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 അതെ. അയ്യോ, എന്താ കൊതു കടിക്കുന്നുണ്ടോ? നമുക്ക് അകത്ത് പോയി കളിക്കാം കേട്ടോ. കളിച്ചോട്ടോ. വിനയന് എന്തൊക്കെയോ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ ചീരു? ജീവിതം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല എന്റെ ലതിക. അതിലിങ്ങനെ പ്രതീക്ഷിക്കാത്ത നല്ല കാര്യങ്ങൾ സംഭവിക്കും. ആ മോളെ, നീ ഇതൊക്കെ കൊണ്ടുവച്ച് അങ്ങോട്ട് ചെല്ലും മോളെ. ഏട്ടൻ ഇവിടെ ഇരിക്കേ.